ഹായ്, സിബിൻ സ്റ്റിച്ചിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മുമ്പ് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് ധോത്തി പെയിൻറ് എന്ന് പറയും. ധോത്തി പെയിൻറ്റിൻ്റെ സ്റ്റിച്ചിങ് ആണ് കാണിക്കുന്നത്. ഇത് ധോത്തി പെയിൻറ്റിൻ്റെ 2 കാലുകൾ ഒന്ന് കാണിച്ചു തരാം. ഇത് താഴെ ഭാഗം ഇവിടെ സ്ട്രെയിറ്റ് ആയിട്ട് ചെറിയ 6-12 ഇഞ്ച് സ്ട്രെയിറ്റ് ആയിട്ട് കൊടുത്തിരിക്കുന്ന താഴെ ഭാഗം. ഇതിങ്ങനെ കാലിൻ്റെ താഴെ ഭാഗത്ത് നിന്ന് ഇങ്ങനെ കയറി വരുന്ന ഭാഗം. ഇത് നമ്മൾ ഇത്രയും ഭാഗം ഇതുണ്ടോ, ഇവിടുന്ന് ഇങ്ങനെ പോകുന്ന ഇത്രയും ഭാഗം നമുക്ക് പ്ലേറ്റ് ഇടാനുള്ളതാണ്. അപ്പോൾ ആദ്യം അത് ഓരോ കാലായിട്ട് പ്ലേറ്റ് ചെയ്തെടുക്കുക. ശ്രദ്ധിക്കുക, ഒരു 1/2 ഇഞ്ചിൽ ചെറിയ പ്ലേറ്റ് ഇട്ട് പോരുക. 1/2 ഇഞ്ചിൽ കുറച്ച് വലിയ ഗ്യാപ്പ് തന്നെ കൊടുക്കുക. പ്ലേറ്റ് ഇട്ട് കൊടുത്ത് പോരുക. ഇതുപോലെ മറ്റേ സൈഡും ഒരു കാലാണ് ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പ്ലേറ്റ് ഇട്ട് കൊണ്ടുവരിക. അതിന് ഇങ്ങോട്ട് പ്ലേറ്റ് ഇട്ട് ഇവിടുന്ന് ഇങ്ങോട്ട് നമ്മൾ പ്ലേറ്റ് ഇട്ട്, അതായത് ഇവിടുന്ന് ഇങ്ങോട്ടാണ് പ്ലേറ്റ് ഇട്ടത് ഇതിൻ്റെ ഭാഗത്തോട്ട്. അപ്പോൾ ഇനി എൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പുറത്തോട്ട് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഈ അളവിനനുസരിച്ച് തന്നെ ഇട്ട് കൊടുക്കണം. പ്ലേറ്റ് ഇടുമ്പോൾ നമ്മൾ ഒരു കാലിന് പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞു. ഇതുപോലെയാണ് പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഒരു കാലിൻ്റെ പ്ലേറ്റ് കഴിഞ്ഞു. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു കാലിന് പ്ലേറ്റ് ഇടേണ്ടത്. ഇതൊരു കാലാണ്. ഇനി അതുപോലെ തന്നെ മറ്റേ കാലെടുത്തിട്ട് അതേ രീതിയിൽ പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഇങ്ങനെ തന്നെ ഇട്ട് കൊടുക്കുക. ഒരു ഭാഗം എൻ്റെ ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക. നമ്മൾ ഇരിക്കുന്ന ഭാഗത്തോട്ട് ഇട്ട് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട്, സെൻറ്റർ എന്ന് പറയുന്നത് പാൻറ്റിൻ്റെ നമ്മളെ തുടൻ്റെ ആ ഭാഗം സെൻറ്ററിൽ നിന്ന് സെൻറ്റർ വരെ ഇങ്ങോട്ട് ഇട്ട് കൊടുത്ത് സെൻറ്ററിൽ നിന്ന് അങ്ങോട്ട് ഇട്ട് കൊടുക്കുക. അങ്ങോട്ടും ഇങ്ങോട്ടും പ്ലേറ്റ് ഇട്ട് കൊടുക്കുക. ഓക്കെ, 2 ഭാഗം പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞു. ഇനി ഇതിനെ ഇങ്ങനെ ഒരുമിച്ച് വെച്ചിട്ട് നമുക്ക് റഗാള് അടിച്ചു കൊടുക്കാം. പ്ലേറ്റിൻ്റെ അവിടെ ഇങ്ങോട്ട് ഒരു ഭാഗം നട എന്ന് പറയുന്ന 2 കാലോട് ഒരുമിച്ച് എടുത്തിട്ട് നടഭാഗം ഇട്ട് കൊടുക്കുക. ഫ്ലൈൻ്റെ ഭാഗമാണ് വരുന്നത്. ഇനി അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡ് കണ്ടോ. ഇതുപോലെ തന്നെ മറ്റേ ഭാഗം പിടിച്ചിട്ട് റിഗാർഡ് നട ഭാഗം നട അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇത് നമ്മൾ ബെൽറ്റ് പട്ട, നമ്മൾ എലാസ്റ്റിക് കൊടുക്കാൻ പട്ട ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു.
ഇനി പട്ടിയിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ സൈഡിൽ പട്ട നോക്കുക. പട്ടക്ക് എലാസ്റ്റിക് വരും. പട്ടിൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ ഇട്ടത് കുറവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കൂടുതലായാൽ ഇങ്ങനെ വെച്ച് നോക്കുക. വെച്ച് നോക്കിയിട്ട് ഇത് കുറച്ചുകൂടെ ഞൊറി വിടാനുണ്ട് നമുക്ക്. അപ്പോൾ കുറച്ചുകൂടെ ഞൊറി വിട്ട് കൊടുക്കണം. നല്ലപോലെ കുറച്ചുകൂടെ തിക്കി ഞൊറി വിട്ട് കൊടുക്കുക. അത് നമ്മൾ പട്ട അറ്റാച്ച് ചെയ്യുന്ന സമയത്ത് കൊടുത്താലും മതി. ഇതിന് നാലായിട്ട് വെട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ അളവറിയുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു വെട്ട് ഇവിടെ ഇട്ട് കൊടുക്കുക. ഈ രണ്ടറ്റം ഇവിടെ വെട്ടിട്ട് കൊടുക്കുക. വെട്ടിട്ടെടുത്തിട്ട് ഇതിൽ അറ്റാച്ച് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഇതിന് വേണമെങ്കിൽ അടിച്ചു കൊടുക്കുക. ഫസ്റ്റ് വേണമെങ്കിൽ ഇതിന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കുക. ബാക്കി ഇതിൻ്റെ ഉള്ളിൽ നമ്മൾ എലാസ്റ്റിക് ഇടും. അപ്പോൾ അവിടെ റൗണ്ട് ചെയ്ത് ആ പ്ലേറ്റ് ഇട്ട ഭാഗം നമ്മൾ റൗണ്ട് ചെയ്ത് കൂട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് ഇതിനെ റൗണ്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇങ്ങനെ റൗണ്ട് ചെയ്തെടുക്കുക. ഇനി ഇതിൻ്റെ ജോയിൻറ്റ്, നടൻ്റെ ജോയിൻറ്റ് നോക്കുക. ആ ജോയിൻറ്റിൽ ഇതിൻ്റെ ജോയിൻറ്റ് കറക്റ്റാക്കിയിട്ട് വെച്ച് കൊടുക്കുക. ജോയിൻ്റ് വെച്ചു. ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് ഇട്ട് കൊടുക്കുക. കാരണം ഇത് മഞ്ഞ് നമുക്ക് ഞൊറി ഇനിയും കുറച്ചുകൂടെ ഇടേണ്ടി വരും. ഇങ്ങനെ തയ്ച്ച് കൊടുക്കുക. ഇതിൻ്റെ വണ്ണത്തിനനുസരിച്ച് ഇവിടെ ബാക്കിൽ ഓരോ പ്ലീറ്റ് കൂടെ ഇട്ട് കൊടുക്കുക. ഫസ്റ്റിൽ ഞൊറി ഇടുമ്പോൾ തന്നെ അളവ് നോക്കിയിട്ട് കൃത്യമായിട്ട് അളവിനനുസരിച്ചിട്ടാൽ എക്സ്ട്രാ കൊടുക്കുക. ഇപ്പോൾ ഞാൻ സുമാറാണ് ഞൊറി വിട്ടത്, അതുകൊണ്ട് എക്സ്ട്രാ വന്നിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിൽ പ്ലേറ്റ് ഇട്ട് കയറ്റി കൊടുക്കാം. എത്ര തുണിയുണ്ടോ അതിനനുസരിച്ച് നമുക്ക് പ്ലേറ്റ് ഇട്ട് കൊടുക്കാം. 3.5 മീറ്ററിലൊക്കെ ധോത്തി പാൻറ്റ് ചെയ്യുക. അപ്പോൾ അതിനനുസരിച്ചുള്ള പ്ലേറ്റ് കിട്ടും. ഇപ്പോൾ നമ്മൾ പ്ലേറ്റ് ഇട്ട് കഴിഞ്ഞു. ധോത്തി പാൻറ്റിൻ്റെ ഏകദേശം പ്ലേറ്റിങ്ങും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി അടിഭാഗം കൂടെ മടക്കി അടിച്ചു കഴിഞ്ഞാൽ ധോത്തി പാൻറ്റ് റെഡി. സൈഡ് കൂട്ടി കൊടുക്കണം.
താഴെ ഭാഗം നമുക്ക് വേണ്ട വീതിയിൽ മടക്കി അടിച്ചു കൊടുക്കുക. അത് കട്ട് ചെയ്യുമ്പോൾ തന്നെ വീതി എത്ര വേണ്ടതെന്ന് വെച്ചാൽ മടക്കി അടിക്കാൻ ഇട്ട് കൊടുക്കുക. ലെങ്ത്ത് കൂട്ടേണ്ട പ്രശ്നം ഉണ്ടെങ്കിൽ തുണിക്കനുസരിച്ച് അതിൽ വീതി ഇട്ട് കൊടുക്കുക. ഇതിപ്പോൾ നമ്മൾ 1 ഇഞ്ചാണ് വീതി ഇട്ടിരിക്കുന്നത്. അപ്പോൾ 1 ഇഞ്ചിൽ മടക്കി അടിച്ചിരിക്കുക. ഈ ഓപ്പോസിറ്റ് കാലും അതുപോലെ തന്നെ മടക്കി അടിക്കുക. ഇനി കാലിൻ്റെ മറ്റേ അറ്റം ജോയിൻ ചെയ്യുക. ബോട്ടം എന്ന് പറയും. ബോട്ടം ലൂസ് നമുക്ക് എത്ര വേണ്ടതെന്ന് വെച്ചാൽ അപ്പോൾ അതിനനുസരിച്ച് അളന്നെടുക്കാം. ഇവിടെ നമ്മളൊരു 12 ഇഞ്ച് ബോട്ടം ലൂസ് ഇടണം. അപ്പോൾ 6 ഇഞ്ചിൽ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 12 ഇഞ്ച് അതേ അതിലോട്ട് എത്ര ലൂസ്. ഇനി താഴെ ഭാഗം താഴത്തോട്ട് പോകും തോറും ഒന്ന് ചെറുതും ഒന്ന് വലുതും ആവരുത്. നമ്മൾ മടക്കിയെടുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുക. രണ്ടും ജോയിൻറ്റും ഒപ്പമായിരിക്കണം. ഇനി നമ്മൾ ബോട്ടം ലൂസ് അവിടെ നോക്കിയതുപോലെ തന്നെ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുക. 12 ഇഞ്ച് ബോട്ടം ലൂസ് ഈ കാലിനും 2 കാലിനും 12 ഇഞ്ച് ലൂസിൽ 6 ഇഞ്ചിൽ ഇവിടെ മാർക്ക് ചെയ്ത്. ഇനി അരയ്ക്ക് എലാസ്റ്റിക് ഇട്ടാൽ ധോത്തി പെയിൻറ് റെഡി. ഇതാണ് ധോത്തി എന്ന് പറയുന്നത്. ഇനി ഇതിനിങ്ങനെ ഓരോ കാലം ഓപ്പോസിറ്റ് മുറിച്ച് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നുണ്ട. ധോത്തി പെയിൻറ് ഇതാര ഭാഗത്ത് വരും. ഇത് കാല്. ഇതല്ല ധോത്തി പെയിൻറ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് നിൽക്കുന്നത്. ഇട്ട് കഴിയുമ്പോൾ ഇത് ഇട്ടാലാണ് അതിൻ്റെ എന്താണെന്നുള്ളത് ശരിക്കും മനസ്സിലാവണമെങ്കിൽ ഇത് നമ്മൾ ഇടണം. ഇടുമ്പോൾ ഇതുണ്ട് ഇവിടെയൊക്കെ നമുക്കിങ്ങനെ ഇതുപോലെ പ്ലേറ്റ് മടങ്ങി നിന്ന് കിട്ടും. 2 കാല്. ധോത്തി പെയിൻറ് റെഡി. ഇതാണ് ധോത്തി പെയിൻറ്. ഇവിടെ എലാസ്റ്റിക് കൂടെ വരുമ്പോൾ ഇങ്ങനെ വന്നു. ഇത് നടഭാഗം പോയി കണ്ട ലൂസ്. ഇത്രയും ലൂസിൽ ഒരു കാല്. ഇത് അടുത്ത കാല്. ഇതാണ് ധോത്തി പെയിൻറ്. കട്ടിങ് മുമ്പ് കാണിച്ചിട്ടുണ്ടായിരുന്നു. സ്റ്റിച്ചിങ് എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക. ലൈക്ക് അടിക്കുക. സപ്പോർട്ട് ചെയ്യുക. സഹകരിക്കുക. എല്ലാവരും ലൈക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു. ഇതാണ് ധോത്തി പെയിൻറ്. സംഗതി മനസ്സിലായെന്ന് തോന്നുന്നുണ്ട്. ഇത് മനസ്സിലായില്ല. ഇതാണ് പറഞ്ഞ ധോത്തി പെയിൻറ്.